ഇൻട്രപ്റ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ടെമ്പററി ഹോൾഡ് ഡ്യൂറിങ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, അതായത് ഒരു ടെമ്പററി ഹോൾഡ്, എന്തെങ്കിലും ഒരു തടസ്സം വരിക, നമ്മൾ നോർമൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ്സ് വരാം. ഓക്കെ, അത് എക്സ്റ്റേണൽ ആയിരിക്കാം, ഇന്റേണൽ ആയിരിക്കാം ആ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ ടെമ്പററി ഹോൾഡ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, ആൻഡ് allows peripheral devices to access the microprocessor. Then the microprocessor respond to that interrupts with an ISR. That means interrupt service routine. Okay, ISR is a short program to instruct the microprocessor on how to handle the interrupt. Okay, ISR is a short program that instruct the microprocessor how to handle the interrupt. Okay, that is an interrupt service routine. Interrupt is the method of creating temporary halt during program execution. Okay, interrupts are two types: hardware interrupts and software interrupts. Okay, hardware interrupts is also known as external interrupt, and software interrupts is also known as internal interrupts. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഇൻട്രപ്റ്റ്സ് ആണുള്ളത്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ആ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയാം, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിനെ നമുക്ക് ഇന്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയാം. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിന് തന്നെ നമുക്ക് മാസ്കബിൾ എന്ന് പറയാം, നോൺ മാസ്കബിൾ എന്ന് പറയാം. ഇതാണ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്താണെന്ന് പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ ഇൻട്രപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് പ്രോഗ്രാം ദാറ്റ് ഹാൻഡിൽ ദ ഇൻട്രപ്റ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ്സ് വന്നാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അതായത് നിങ്ങൾ ഒരു അസൈൻമെന്റ് എഴുതിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾ വന്നു വെച്ചോ. പ്രിൻസിപ്പിൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ അസൈൻമെന്റ്, ഓക്കെ, നിങ്ങൾ എന്തോ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾ വന്നു നിങ്ങളുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വായിക്കുന്ന ബുക്ക് അടച്ചു വെച്ചിട്ട് പ്രിൻസിപ്പിൾ എന്താണോ പറയുന്നത് അത് കേൾക്കും. ഓക്കെ, ഇനി അത് കൂടാതെ പ്രിൻസിപ്പിൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടിന്യൂ ചെയ്യണം. സോ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം എവിടെയാണോ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതൊരു കടലാസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടോ അവിടെ നിങ്ങൾ മാറ്റി വെക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ചിട്ട് അതേ ബുക്കിൽ അതേ ഒരു പേജിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെയാണ് ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാലും മൈക്രോ പ്രോസസർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ആദ്യം എന്ത് ചെയ്യും? ഒരു ഇൻട്രപ്റ്റ്സ് വന്നു. ഓക്കെ, നമ്മൾ നോർമൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രപ്റ്റ്സ് വന്നാൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും? ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ IP-യും കോഡ് സെഗ്മെൻറ്റും ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഒക്കെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അതിനുശേഷം ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഈ സ്റ്റാക്ക് പോയിട്ട് കോഡ് സെഗ്മെൻറ്റും IP-യും ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഒക്കെ പോപ്പ് ചെയ്തെടുക്കും. ഓക്കെ, ഇതാണ് നോർമലായിട്ട് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു മൈക്രോ പ്രോസസർ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന കുറച്ച് പ്രൊസീജിയറാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻട്രപ്റ്റ് വന്നു, ആ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന മെയിൻ പ്രോഗ്രാമിൻ്റെ എവിടെ നിന്നാണോ ഇൻട്രപ്റ്റ്സ് വന്നത് ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സും കോഡ് സെഗ്മെൻറ്റിൻ്റെ അഡ്രസ്സും IP-യും ഫ്ലാഗ് രജിസ്റ്റേഴ്സും ഒക്കെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അതിനുശേഷം ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യും. ഹാൻഡിൽ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത വാല്യൂസ് പോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളെ മെയിൻ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഒരു ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ നടക്കുന്ന, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് എന്ന് പറയും. ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ടാവുന്നത് പെരിഫറൽ ഡിവൈസസ് കൊണ്ടാണ്.
ഓക്കെ, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഈസ് കോസ്ഡ് ബൈ എനി പെരിഫറൽ ഡിവൈസസ്. അതായത് പെരിഫറൽ ഡിവൈസസ് കൊണ്ട് ഉണ്ടാവുന്ന ഇൻട്രപ്റ്റ്സ് ആണ് എന്ത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ ആ മൈക്രോ പ്രോസസ്സറിന്റെ കൂടെ നിങ്ങളെ മൈക്രോ പ്രോസസ്സർ വേറെ ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെരിഫറൽ ഡിവൈസസ് നിന്ന് വരുന്ന എന്തെങ്കിലും ഒക്കെ ഒരു ഇൻട്രപ്റ്റ്സ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഇൻട്രപ്റ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. 8086 രണ്ട് തരത്തിലുള്ള ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്, NMI-യും INTR. NMI-യും INTR-ഉം. NMI മീൻസ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. NMI എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സും INTR എന്ന് പറയുന്നത് മാസ്കബിൾ ഇൻട്രപ്റ്റ്സും ആണ്. ഓക്കെ, ഇനി നമ്മൾ മാസ്കബിൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, NMI എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ്. എന്താണ് ഈ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്? അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബുക്ക്, ആ സമയത്ത് നിങ്ങൾ പ്രിൻസിപ്പിൾ വരുവാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം മടക്കി വെച്ചിട്ട് പ്രിൻസിപ്പിൾ എന്താണോ പറയുന്നത് അത് കേൾക്കും, ആ കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം മാത്രമേ നിങ്ങൾ റീഡിങ് കണ്ടിന്യൂ ചെയ്യൂ. ഓക്കെ, ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടേ പറ്റും. അതായത് അത് മാസ്കബിൾ നോൺ മാസ്കബിൾ ആണ്, നിങ്ങൾക്കത് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ അത് ആ ഇൻട്രപ്റ്റ് സർവീസ് എക്സിക്യൂട്ട് ചെയ്തേ പറ്റും. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ മെയിൻ പ്രോഗ്രാം, അതായത് ദാറ്റ് മീൻസ് റീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് മാസ്കബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ മാസ്കബിൾ ആണെങ്കിൽ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ക്ലാസ്സിലെ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവൻ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ എന്താ നിങ്ങൾ റീഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. വേണമെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കാം. അതാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 8086 ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ് വന്നതെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രപ്റ്റ്സിനെ പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. മാസ്കബിൾ ആണെങ്കിൽ എക്സിക്യൂഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാം ചെയ്യാതിരിക്കാം. അതാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, NMI എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ്, INTR എന്ന് പറയുന്നത് മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ്. മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ് INTR എങ്കിൽ കൂടെ ഒരു കാര്യം കൂടെ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണെങ്കിൽ കൂടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു INTR ഇൻട്രപ്റ്റ്സ് ആണ് വന്നതെങ്കിൽ അത് പ്രോസസ്സറിന് അറിയാം മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണ്. ഓക്കെ, പക്ഷെ പ്രോസസ്സർ എന്തും കൂടെ ചെക്ക് ചെയ്യും, ഫ്ലാഗ് രജിസ്റ്ററിൽ പോയിട്ട് ഫ്ലാഗ് രജിസ്റ്ററിലെ ഇൻട്രപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ നോക്കും. ഫ്ലാഗ് രജിസ്റ്ററിലെ ഇൻട്രപ്റ്റ്സ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന ഇൻട്രപ്റ്റ്സിനെ നിങ്ങൾക്ക് മാസ്ക് ചെയ്ത് കളയാൻ പറ്റില്ല. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം, പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഈ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യും. ഇനി INTR ഇൻട്രപ്റ്റ്സ് വന്നു, പ്രോസസ്സർ നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇൻട്രപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാസ്ക് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ INTR ഇൻട്രപ്റ്റ്സ് ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആണെങ്കിൽ കൂടെ അത് ഹാൻഡിൽ ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്ന് നോക്കുന്നത് എന്തിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ്, ഫ്ലാഗ് രജിസ്റ്റേഴ്സിന്റെ വാല്യൂസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പിൻ ഡയഗ്രം ആണ്. ഈ പിൻ ഡയഗ്രത്തിൽ INTR 18th പിന്നിലും NMI 17th പിന്നിലുമാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു പിൻ വഴിയാണ് NMI ഇൻട്രപ്റ്റ്സ് വരുന്നതും INTR ഇൻട്രപ്റ്റ്സ് വരുന്നത് 18th പിൻ വഴിയുമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഇൻട്രപ്റ്റ്സ് തന്നെയാണ് NMI ഇൻട്രപ്റ്റ്സും ദിസ് മീൻസ് INTR ഇൻട്രപ്റ്റ്സ്. ഇപ്പൊ NMI ഇൻട്രപ്റ്റ്സ് ആണെങ്കിലും INTR ഇൻട്രപ്റ്റ്സ് ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പറഞ്ഞ മാതിരി എന്താണ്, ഒരു NMI ഇൻട്രപ്റ്റ്സ് ആണെങ്കിലും എന്ത് ഇൻട്രപ്റ്റ്സ് ആണെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്യണം, അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം കോഡ് സെഗ്മെന്റ് വാല്യൂയും കോഡ് സെഗ്മെന്റ് അഡ്രസ്സും EIPയുടെ അഡ്രസ്സും ഫ്ലാഗ് രജിസ്റ്റേഴ്സിന്റെ വാല്യൂ ഒക്കെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൻ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റാക്കിലെ വാല്യൂ പോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ നോർമൽ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അത് എല്ലാത്തിലും സെയിം ആണ്. ഏത് ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാലും ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് സെയിം മെത്തേഡാണ്. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. കാരണം നമ്മൾ എവിടുന്നാണോ പോയത് അവിടേക്ക് നമുക്ക് തിരിച്ചു വരണ്ടേ. അതാണ് റീഡിങ്, നിങ്ങൾ എവിടുന്നാണോ നിർത്തിയത് അവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം. 110th പേജിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പിൾ വന്നത്. അപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പിൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, അതിനുശേഷം 110th പേജിൽ തന്നെ തിരിച്ചു വരണം.
അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടൂല. നിങ്ങളൊരു 120ാമത്തെ പേജിലേക്കാണെങ്കിൽ നമ്മളെ കണ്ടിന്യൂഷൻ കിട്ടില്ല, അത് അവിടെ ബ്രേക്ക് ആയി, നമ്മുടെ പ്രോഗ്രാമിന്റെ കണ്ടിന്യൂഷൻ ഇല്ല, നമ്മളെ ഫൈനൽ റിസൾട്ട് തെറ്റും. അപ്പൊ എവിടെ നിന്നാണോ പോയത് അവിടത്തേക്ക് തന്നെ തിരിച്ചു വരണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഫംഗ്ഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നില്ലേ? തിരിച്ചു വരുമ്പോൾ എന്താണ്, ഇവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്തത് അവിടത്തേക്ക് തന്നെ തിരിച്ചു വരണം. ദ സെയിം മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഹിയർ. ഓക്കെ, അതായത് സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. INTR മാസ്കബിൾ ഇന്ററപ്റ്റ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ഈ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഇന്ററപ്റ്റ്സ് ആണ്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഇന്റേണൽ ഇന്ററപ്റ്റ്സ് ആണ്. അതായത് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ്, നമ്മുടെ ഈ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് പെരിഫറൽ ഡിവൈസസിൽ നിന്ന് വരുന്ന ഇന്ററപ്റ്റ്സ് ആണ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്. അതായത് എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് വരുന്ന ഇന്ററപ്റ്റ്സ് ആണ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്. ഈ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് വരുന്നതല്ല, അതായത് ഇന്റേണലി, അതായത് ത്രൂ ഇൻസ്ട്രക്ഷൻ വഴി വരുന്ന ഇന്ററപ്റ്റ്സ് ആണ് എന്ത്, ഇന്റേണൽ ഇന്ററപ്റ്റ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ത്രൂ ഇൻസ്ട്രക്ഷൻ വഴി വരുന്ന ഇന്ററപ്റ്റ്സ് ആണ് ഇന്റേണൽ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. Okay, these are the instructions that are inserted within a program to generate interrupts. Internal interrupts അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഇന്ററപ്റ്റ്സ് ആണ് എന്ത്, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. There are 256 interrupts in 8086. അതായത് 8086 256 ഇന്റേണൽ ഇന്ററപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഇന്ററപ്റ്റ്സ് ഒക്കെ INT ടൈപ്പ് ആണ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് INT. നമ്മൾ INT